നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. പലർക്കും വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഗ്യാസിൻ്റെ വേദന വരാറുണ്ട്. സെയിം ഇതുപോലെ തന്നെ വരുന്ന മറ്റൊരു വേദനയാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുൻപായിട്ട് കാണിക്കുന്ന ചില ലക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന വേദന. പക്ഷേ ഗ്യാസിൻ്റെ വേദന എന്ന് പറയുന്നതും ഹാർട്ട് അറ്റാക്കിൻ്റെ വേദന എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അത് മനസ്സിലാവണമെങ്കിൽ ഈ അറ്റാക്ക് വന്ന ആളുകളോട് ചോദിക്കണം. അവർ പറഞ്ഞു തരും എങ്ങനെയാണ് ഈ ഒരു അറ്റാക്ക് വരുന്നതിന് മുൻപായിട്ട് വേദന ഉണ്ടാവുന്നത്. ശരിക്കും നമ്മുടെ നെഞ്ചിനെ വലിച്ചു മുറുക്കുന്ന രീതിയിലുള്ള വേദനയാണ് വരുന്നത്. പക്ഷെ ചില ആളുകളുടെ മൈൽഡായിട്ടും കാണിക്കാറുണ്ട്. ഈ മൈൽഡായിട്ട് കാണിക്കുന്ന ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് അത് ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം എന്ന് കരുതി അതത്ര നെഗ്ലക്റ്റ് ചെയ്തു വിടും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി കഴിയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മെല്ലെ മെല്ലെ കൂടുന്നത്. അപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഭക്ഷണ രീതി കറക്റ്റാണോ, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നത് ഒരു നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫിലൂടെയാണോ എന്നൊക്കെ ഒന്ന് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കും ഈ പറയുന്ന അറ്റാക്കുകളൊക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം. അപ്പം ഗ്യാസിൻ്റെ വേദന വരുന്നത് ഈ ഒരു നെഞ്ചിൻ്റെ ഇടതുഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു മിഡ് റീജിയനിലൊന്നും തന്നെ അല്ല. ഗ്യാസിൻ്റെ വേദന പല ഭാഗങ്ങളിലായിട്ട്, അത് നമുക്കൊരു പോയിൻ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പം അറ്റാക്കിൻ്റെ വേദനയാണെങ്കിലും നമുക്കൊരു പോയിൻ്റിൽ നിന്നാണ് വേദന വരുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഗ്യാസിൻ്റെ വേദന എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കൊരു ഗ്യാസ് റിലീവായിട്ട് പോകും. അതുപോലെ തന്നെ നമുക്ക് വയറിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വരാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗ്യാസിൻ്റെ വേദന എന്ന് പറയുന്നത് നടുവിൻ്റെ ഭാഗങ്ങളിലായിട്ട് വരാം. അതുപോലെ തന്നെ പുറംവശത്തായിട്ട് വേദന വരാം. അതാണ് നടുവിൻ്റെ ബാക്ക് സൈഡ് ഉണ്ട്, ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് നമുക്ക് ഗ്യാസിൻ്റെ വേദന കൂടുതലായിട്ടും കണ്ടുവരാം. അപ്പം ഇങ്ങനെ ഗ്യാസ് വരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് അവിടെ ഒഴിഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഗ്യാസ് റിലീവായിട്ട് പോകുന്നത് കാണാൻ സാധിക്കും. നമുക്ക് ആ ഗ്യാസ് പോകുന്നില്ല, അല്ലെങ്കിൽ വയറൊക്കെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നെങ്കിൽ അത് കീശ്വാസമായിട്ട് പോകണം, അല്ലെങ്കിൽ നമ്മുടെ വായയിലൂടെ പുറത്തോട്ട് പോകുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം. അല്ലെങ്കിൽ അത് നമുക്ക് അവിടെ ഇങ്ങനെ വയറ്റിൽ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ അറ്റാക്കിൻ്റെ വേദന എന്ന് പറയുമ്പം ഈ ഒരു മിഡ് റീജിയനും റൈറ്റ് സൈഡിൽ നിന്നും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വേദന വരാം. ഈ വേദന എന്ന് പറയുന്നത് ഒരു റേഡിയേറ്റിംഗ് ടൈപ്പ് ആയിരിക്കും. അതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. സ്പ്രെഡ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, അതിങ്ങനെ മൂവ് ആയിക്കൊണ്ടേയിരിക്കും. അതായത് നടുവിൽ നിന്ന് വേദന വന്നിട്ട് ഈ ഒരു സൈഡിലോട്ട്, ചെസ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയിട്ട് നിങ്ങളുടെ ഷോൾഡർ തോളിലോട്ട് പോയിട്ട് കൈകളിലോട്ട് സ്പ്രെഡ് ആവാം. അതുപോലെ തന്നെ അത് നിങ്ങളുടെ പുറകു വശത്തോട്ട് പോകാം ആ വേദന. അതുപോലെ തന്നെ താടിയലിൻ്റെ ഭാഗങ്ങളിലോട്ടൊക്കെ തന്നെ ആ ഒരു വേദന പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു കേസ് നമ്മൾ കണ്ടത് പല്ലുവേദന, ജസ്റ്റ് പല്ലുവേദനയായിരുന്നു. അപ്പം അവർക്ക് ഇങ്ങനെ പല്ലുവേദന വന്ന സമയത്ത് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എക്കോ ടെസ്റ്റ് ചെയ്ത സമയത്താണ് ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടത്. അതായത് ഈ ഒരു വേദന താടിയെല്ലിൻ്റെ പല്ലിൻ്റെ ഭാഗങ്ങളിലോട്ടൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾ നോട്ട് ചെയ്യണം. പിന്നെ ഗ്യാസിൻ്റെ വേദനയും അറ്റാക്കിൻ്റെ വേദനയും എന്ന് പറയുമ്പം നിങ്ങൾ കുറച്ചും കാര്യങ്ങളും കൂടി മനസ്സിലാക്കണം. അതായത് ഗ്യാസിൻ്റെ വേദന ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഗ്യാസ് ഉണ്ടായേക്കാം. അത് ചില കപ്പയോ അല്ലെങ്കിൽ ചേനയോ ചേമ്പൊക്കെ നിങ്ങൾ ചിലപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസ് ഉണ്ടായേക്കാം. അപ്പോൾ നിങ്ങൾ അത് കഴിച്ചിട്ടുണ്ട്, അതായത് രാവിലെ അപ്പോൾ അത് കഴിച്ചിട്ടാണ് വന്നത്, ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു വേദന ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാരണമായിരിക്കാം. എന്നാൽ നിങ്ങൾ ആ ഒരു കപ്പയും ചേനയൊക്കെ കഴിഞ്ഞ ആഴ്ച കഴിച്ചു, പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? സംശയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ഫുഡുകളൊന്നും കഴിക്കാതെ നിങ്ങൾക്ക് വേദന വരുന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ചില ആളുകൾ ഫുഡ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വരാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേദന വരാം. അപ്പോൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അല്ലാതെ നോർമലി കഴിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് വേദന വരുന്നുണ്ടെങ്കിലാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളാണോ അല്ലെങ്കിൽ ഇത് അറ്റാക്ക് കാരണം വരുന്ന വേദനയാണോ എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത്. പിന്നെ ബ്ലോക്കുകളുടെ കേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ ഹാർട്ട് മസിൽസിൻ്റെ പേശികൾക്ക് വരുന്ന ഡാമേജ് ആണ് ഈ കാർഡിയാക് അറസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഈ ഹാർട്ടിലോട്ട് രക്തം പമ്പ് ചെയ്യുന്നതും ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ഉണ്ട്. ഈ ബ്ലഡ് വെസൽസിൽ ബ്ലോക്ക് ഫോർമേഷൻ വരിക, കൊളസ്ട്രോൾ ഒക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലോക്ക് ഫോർമേഷൻ വന്നിട്ട് ഹൃദയ പേശികൾ ഡാമേജ് ആവുക, സെൽ ഡെത്ത് ഉണ്ടാവും. ഇങ്ങനെയാണ് കാർഡിയാക് അറസ്റ്റ് ഒരുപാട് ആളുകൾ കണ്ടുവരുന്നത്. അപ്പോൾ അറ്റാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വൈകിക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ആസ് സൂൺ ആസ് എത്ര പെട്ടെന്നാണോ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിയുന്നത് അത്രയും ആ ഒരാളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒരുപാട് ഭക്ഷണങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കിപ്പോൾ അറ്റാക്ക് വന്നു അല്ലെങ്കിൽ ഇനി വരാൻ ചാൻസസ് ഉണ്ട്, ആ ഒരു ലൈഫ് സ്റ്റൈലിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ നല്ല രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് വരുത്തണം. ഇന്ന് നമ്മൾ പലർക്കും തന്നെ ഈ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കാതെ ചോറ് ഇറങ്ങില്ല.
അതിന് അമിതമായിട്ട് ചോറ് കഴിക്കുന്ന വ്യക്തികൾ, കൂടുതൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ളത്, റെഡ് മീറ്റ് കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിലൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു അറ്റാക്ക് കാണിക്കുന്നത്. അപ്പം വലിയ അനക്കങ്ങളൊന്നുമില്ല, ആളുടെ ജോലീൻ്റെ ഭാഗമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ സെഡൻറ്ററി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിലിരിപ്പാണ്, നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, അങ്ങനെയുള്ളവർക്ക് ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ ബോഡിയിൽ വലിയ മൂവ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഈ ബ്ലോക്ക് ഫോർമേഷൻ കൂടാം. കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ഫോർമേഷൻ കൂടാം. അപ്പം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചോളൂ, ഒക്കേഷണലി ഒക്കെ നമ്മളിപ്പം ഒരു ബീഫോ മട്ടനോ കഴിക്കാം, അത് കരുതിയിട്ട് എല്ലാ ആഴ്ചയും നിങ്ങൾ കഴിക്കുന്നുണ്ട്, അതും ആഴ്ചയിൽ 3 നേരമായിട്ട് നിങ്ങൾ ഈ ബീഫും മട്ടനും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. റെഡ് മീറ്റ് എന്ന് പറയുന്നത് വലിയൊരു വില്ലനാണ്. ഒന്നെങ്കിൽ നമുക്ക് അറ്റാക്ക് രൂപത്തിൽ വരാം, ഇല്ലെങ്കിൽ ഒരു ക്യാൻസർ രൂപത്തിൽ അസുഖങ്ങളായിട്ട് റെഡ് മീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ വരാം. അപ്പം ലിമിറ്റഡ് ആയിട്ടുള്ള അളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക, ഒക്കേഷണലി മാത്രം കഴിക്കുക. എക്സസൈസ് നിങ്ങൾ ചെയ്തിരിക്കണം. നിങ്ങളുടെ ബോഡിയിൽ എന്തായിരിക്കണം, നല്ല രീതിയിൽ ഈ പറഞ്ഞ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ വേർപ്പായിട്ട് അങ്ങോട്ട് പോകണം പുറത്തോട്ട്. ടോക്സിനായിട്ട് നമ്മൾ അല്ലെങ്കിൽ വെള്ളം കുടിച്ച് മൂത്രമൊഴിച്ച് പോവുക എന്ന് പറയുമല്ലോ. അപ്പോൾ വെള്ളം കുടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു എക്സസൈസ് ചെയ്ത് വിയർപ്പായിട്ട് പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് ദാഹിക്കും. അപ്പോൾ വെള്ളം കൂടി കുടിക്കും നമ്മൾ. അപ്പോൾ ആ രീതിയിലും കൂടി എന്താവണം, ടോക്സിൻ പോവണം. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഫുഡ് ഐറ്റംസുകൾ ഒഴിവാക്കുക. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പൊരിച്ച് വറുത്ത് കഴിക്കുന്ന വ്യക്തികൾ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ പൊരിച്ച് വറുത്ത് കഴിക്കുന്നത് നിങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പം എല്ലാവരുടെയും, അല്ലെങ്കിൽ ഇപ്പോൾ ചെറുപ്പക്കാരാണെങ്കിലും ചായക്കടി കഴിക്കുന്നത് സ്ഥിരം അവർക്ക് വൈകുന്നേരത്തെ ഒരു കടി കഴിക്കണം എന്നുള്ളൊരു രീതിയിലോട്ടാണ് ഇപ്പം വരുന്നത്. അപ്പം നിങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്ത് കഴിച്ചോ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. വീട്ടിൽ കുക്ക് ചെയ്തിട്ട് എപ്പോഴെങ്കിലും ഒരു തവണ നമുക്ക് കഴിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് സേഫ് ആണെന്ന് കരുതിയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ വീട്ടിൽ ഇത് കുക്ക് ചെയ്ത് കഴിച്ചാൽ എന്ത് സംഭവിക്കും, പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നല്ല ഒരു ഡയറ്റ് എടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അമിതവണ്ണം, കുടവയറ്, ഫാറ്റി ലിവർ, ഡയബറ്റീസ്, ഒരുപാട് അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ പോകുന്നൊരു സ്റ്റേജാണ് ഹാർട്ട് അറ്റാക്ക്, അടുത്തൊരു പ്രശ്നമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഭക്ഷണ രീതി ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പം നല്ലൊരു ഉഷാറുണ്ടാവണമെങ്കിലൊക്കെ തന്നെ നിങ്ങളൊരു എക്സസൈസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആക്കണം. മൈൻഡ് ഫ്രീ ആക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രെസ്സുകൾ കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കുക. നമുക്ക് കൂടുതൽ സ്ട്രെസ്സ് വരുന്നത് എന്ന് പറയുമ്പോൾ ഒന്ന് ചിലപ്പോൾ വർക്കിൻ്റെ ഭാഗമായിട്ട് വരും. അതുപോലെ തന്നെ പൈസ, നമുക്ക് കൂടുതൽ പൈസ വേണമെങ്കിൽ നമ്മൾ എന്തായിരിക്കും കൂടുതലായിട്ടും അതിൻ്റെ പുറകിൽ പോകും. പുറകെ പോയി കഴിയുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് തന്നെയാണ്. അപ്പം നമുക്ക് ജീവിക്കേണ്ട ആ ഒരു മാർഗം കണ്ടെത്തുക എന്നല്ലാതെ അമിതമായിട്ട് ഒന്നിൻ്റെ പുറകിലും പോവാതിരിക്കുക. ഒരു നല്ലൊരു ലൈഫ് കീപ്പ് ചെയ്ത് പോവുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് അറ്റാക്ക് വരുന്നതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.